മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിടിലൻ കാഴ്ചകളൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മറൈൻ വേൾഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇഷ്ടംപോലെ കടൽ മീനുകളാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന മീനുകളാണെന്ന്. പക്ഷേ ഇതെല്ലാം കടൽ മീനുകളാണെന്നാണ് നമ്മുടെ സന്തോഷേട്ടൻ പറയുന്നത്. 100%. സന്തോഷേട്ടാ, അപ്പം ഇതെന്തൊക്കെയാണ് സംഭവം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്? ഇത് ബ്ലൂ ട്രിഗർ എന്ന് പറയുന്ന ഒരു ഫിഷാണ്, കടൽ ഫിഷാണ്. നമ്മൾ 90% കടൽ മീനുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടലിലെ കളർഫുൾ ആയിട്ടുള്ള എന്നാൽ അംഗീകൃതമായ നമുക്ക് പ്രദർശനാനുമതിയുള്ള മത്സ്യങ്ങളാണ് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. ചില വംശനാശ ഭീഷണി നേരിടുന്ന ബാൻ ലിസ്റ്റിലുള്ള മത്സ്യങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ ഒക്കില്ല. അങ്ങനെയുള്ള മത്സ്യങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നില്ല. ഇത് ബ്ലൂ ട്രിഗർ എന്ന് പറയുന്നൊരു ഫിഷാണ്. ഇതിന് നമ്മൾ ഒരു കടൽ മത്സ്യത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കണ്ടന്റ്, അതായത് സലൈനിറ്റി, pH, TDS, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഓക്സിജൻ കണ്ടന്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ കടൽ മത്സ്യങ്ങൾ ലൈവായിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ മരണപ്പെട്ടു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ മത്സ്യങ്ങളെ ഇങ്ങനെ നിർത്തുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ മരണപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ വെള്ളം ഒരേപോലെ തന്നെ വെളിയിലേക്ക് പോയിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. വെള്ളം പുറത്തേക്ക് പോയിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അതേപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. വെള്ളം പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോയത് മിഷറീസിന്റെ ഇതിൽ ശുദ്ധീകരിച്ച് തിരിച്ചു വരികയാണ്. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കിടിലൻ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.